മുഖ്യമന്ത്രിയാണല്ലോ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് വേണേൽ പറയാം. പക്ഷെ അദ്ദേഹത്തിന് വലിയ തിരക്കാണ്. ഇപ്പൊ തന്നെ 7 ദിവസത്തെ ഒരു വിദേശയാത്രയ്ക്ക് പോയിരിക്കുക. അതിനെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പോകേണ്ട സ്ഥലങ്ങളിൽ പോകാതിരിക്കാൻ പറ്റുമോ? മകനൊക്കെ അബുദാബിയിലാണുള്ളത്. ഇടയ്ക്ക് പോയി മകനെയൊക്കെ ഒന്ന് കാണണ്ടേ? അത് മാത്രമല്ല, പല രാജ്യങ്ങളിലായിട്ട് നിരവധി പരിപാടികളാണ്. പിന്നെ കേരളത്തിൽ തിരിച്ചു വന്നാലോ, ധാരാളം കോൺക്ലേവുകൾ, വികസന സെമിനാറുകൾ, അങ്ങനെ പല പരിപാടികൾ കിടക്കുക. സാധാരണ കല്ലിടലും ഉദ്ഘാടനവും കൂടാതെയുള്ള പരിപാടികളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ കോൺക്ലേവും വികസന സെമിനാറും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ ഉരുത്തിരിയുന്ന ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് അടുത്ത 7 മാസം കൊണ്ട് നമ്മൾ കേരളത്തെ ഒരു വലിയ വികസന കുതിപ്പിലേക്ക് നയിക്കാൻ പോകുന്നത്. അതിനിടയ്ക്കാണ് ഈ ED പ്രശ്നമൊക്കെ വരുന്നത്. ഒപ്പം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ഇതിന്റെയൊക്കെ ഇടയ്ക്ക് മകനെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് ചിലപ്പോൾ സമയം കിട്ടിയില്ല എന്ന് വരും. അത് മാത്രമല്ല, ഒരു മുഖ്യമന്ത്രിയാകുമ്പോൾ ചില കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയണമല്ലോ. അതുകൊണ്ടാണ് ആദ്യം ഒരു പത്രസമ്മേളനം നടത്തിയപ്പോഴേ ഇങ്ങനെ EDയുടെ ഒരു സമൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞില്ലല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം പറഞ്ഞെന്താ, ഞങ്ങളാരും ഇതൊന്നും കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ പാർട്ടി സെക്രട്ടറി ആകുമ്പോഴേ കുറെ കൂടെ സ്വാതന്ത്ര്യമുണ്ട്. അത് EDയും മനോരമയും UDFും കൂടെ ചേർന്ന് സൃഷ്ടിച്ച ഒരു വ്യാജ വാർത്തയാണെന്ന് പറയാൻ പറ്റും. മുഖ്യമന്ത്രിക്കാവുമ്പോൾ അതിൽ ശകലം വിഷമമുണ്ട്.